എല്ലാ ജാനും എടുത്ത് ഞങ്ങളടി പായിന്ന് എൻ്റെ അടുത്ത ചെക്കനുണ്ടോളെ ഒരു ബംഗാളിച്ചിനെയും കൂട്ടി വന്നിക്ക് പോയിക്കൊല്ലം പെടുന്ന ഈ ബംഗാളിച്ചിനെ പൊറയ്ക്കാൻ പറ്റൂല. അമ്മ ഇവള് ബംഗാളിച്ചൊന്നുമല്ല, ഇവള് ഗുജറാത്തിയാ. ലുക്ക് നോക്കമ്മ, ബംഗാളി ഇങ്ങനെയാ. നിങ്ങളെന്താ നീ കുന്തം പോലെ നിക്കുന്നേ? നിനക്കൊന്നും പറയാനില്ല. ഞാൻ എന്താക്കുവനാ, എന്റെ മോനല്ലേ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നേ. ഇന്ന ഞാൾ മുംബൈയിലേക്ക് അയച്ചത് ഷിപ്പിലെ പണിക്കല്ലേ. ഇന്നോടാരെ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. അച്ഛാ 7 കൊല്ലായി ഷിപ്പിലെ പണി കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ മുംബൈ പോയി നിൽക്കുന്നത്. ആദ്യത്തെ ഏജൻസിക്ക് നമ്മൾ 1.5 ലക്ഷം റുപ്യ കൊടുത്ത് പോലും നമ്മളെ പറ്റിച്ചില്ലേ. രണ്ടാമത്തെ ഏജൻസി 2.5 ലക്ഷം നമ്മളെ പറ്റിച്ചേ. മൂന്നാമത്തെ ഏജൻസിക്ക് അച്ഛൻ എങ്ങനെയാ പൈസ തന്നെ ഈ പോലെ എൻ്റെ ആധാരം വെച്ചിട്ടല്ലേ. വളരെ വൈകി അച്ഛാ ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞേ. മൂന്നാമത്തെ ഏജൻസി നമ്മളെ പറ്റിക്കുന്നതാ. ഇവളാ ഓഫീസ് പണിക്കുള്ളതാ. ഓളയും കൂട്ടി ഞാൻ പോകുന്നു. അല്ല മോനെ, ഇനിയല്ലേ പറഞ്ഞ ഈ ഏജൻസി നല്ലതാന്ന്? നല്ലതാന്ന് അമ്മ വിചാരിച്ചേ. ഒരു മുംബൈയിൽ ഏറ്റവും ഫ്രോഡ് ഏജൻസിയാ. 40 ആളിയാ പറ്റിച്ചോലി. എന്റെ പടച്ചോനെ, ഞാനെങ്ങനെ ഈ ആധാരം എടുക്കുക? എടാ എനിക്കും ബംഗാളിച്ചി ഞാൻ കിട്ടിയിട്ടുള്ളൂ, പൊരക്കാൻ കാറ്റുമല്ലോളാ. അച്ഛമ്മേ, ഇന്ത്യക്കാർ കയേന ബംഗാളിയാണെന്നുള്ള നിങ്ങളെ തെറ്റിദ്ധാരണയാ. ഇവള് ഗുജറാത്തിയാ, ബംഗാളിയൊന്നുമില്ല. എന്ത് മറാത്തി ആയാലും പൊരക്കാൻ കാറ്റുമില്ല. അച്ഛമ്മേ, എനിക്ക് 35 വയസ്സായി. മാമന്റെ മോനെ പോലെ എനിക്ക് പെണ്ണിട്ടാണെന്ന് അറിയിക്കണല്ലേ. വിളിച്ചിരുന്നു പെണ്ണ് നോക്ക്, കാണാൻ നല്ല ഭംഗിയില്ലേ. ഈ മുറിയാൻ ടൗസർ ഇടുന്നതാ ഭംഗി? അച്ഛമ്മേ, അത് പേശനാ. എന്ത് പേഷേ? ഈ കയ്യും കാണിക്കുന്നതാ പേഷേ? അച്ഛമ്മേ, നിങ്ങൾ വയലിൽ പോകുമ്പോൾ മുണ്ടും ബ്ലൗസ് ഇട്ടല്ലേ പോക്ക്. അന്നേരം നിങ്ങളെ പല ആരും കാണൂല. കണ്ടില്ലമ്മേ ഓൻ എടുത്തു വെച്ച പണി. എനിക്ക് പഠിപ്പിക്കലിന്റെ കൊണയല്ലേ. ഇനി നിങ്ങൾ എൻ്റെ നെഞ്ഞത്ത് കാല് വെച്ച എൻ്റെ ആധാരം എടുത്ത് തന്നെങ്കിൽ ഒറ്റ ഒന്നിനെ ഞാൻ വെച്ച് വെക്കൂല. അച്ഛാ അമ്മയെ പേടിക്കണ്ട, ആധാരം ഞാൻ എങ്ങനെങ്കിലും എടുത്തു തരൂ. ഞാൻ ആദ്യം ആയിക്കോട്ടെ. ഇന്നലെ ട്രെയിനിൽ നിന്നിട്ടാ വന്നയാള്. ഒരു മോൻ നിങ്ങൾ കഴിച്ചില്ലേ, ഇനി അങ്ങ് കാര് വന്നല്ലാണ്ട്. അമ്മ എന്തെന്നമ്മ പറയുന്നേ? പണിയും കൂലിയും ഇല്ലാത്തവൻ ഏടെ ചെലവാക്കുവാനാ? ഇനി ഉള്ളത് കൊണ്ട് ഓണം പോലെ ആക്കുവന്നല്ലാണ്ട് ഇനി ബൾക്കും കേട്ടാ. അല്ലാണ്ട് നമ്മളിപ്പോ എന്താക്കുവനാ? ഏതായാലും വന്നില്ലേ, കയറിക്കോ. ലെഫ്റ്റ് ഹാത്ത്. ഒരു മിനിറ്റ് അമ്മയെ വിളക്കെടുത്തിക്കില്ലാലോ. ഇനിയിപ്പം വിളക്ക് ആര് പോടിയാടുന്നു. അല്ല രാധടുത്ത് നിങ്ങളറിയാ എന്തെന്നാളെ? നിങ്ങൾ ആങ്ങളെ എൻ്റെ മോനുണ്ട് ഒരു ബംഗാളിനെയും കൂട്ടി വന്നിക്ക്. ആടെ കക്കൂസിന്റെ ടാങ്കി ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നിട്ട് കാങ്ങള. നിങ്ങൾ എന്തെന്നാന്ന് പറയുന്നേ? ഓനൊരു പെണ്ണിനെയും കൂട്ടിയിട്ടാ വന്നത്. ഈ പെണ്ണാ? അമ്മ ഗ്യാസ് ഇപ്പം തീരുമല്ലോ, ഇനി നമ്മളിപ്പോ എന്താക്കുക? ഞങ്ങളെല്ലാം പണ്ട് ഗ്യാസും വന്നല്ല കത്തിച്ച്, ഞങ്ങൾ കണ്ടത്തുനിന്ന് വെറുതെ വെറുക്കി കത്തിച്ചതാ. അതല്ല നിങ്ങളെ കാലം. ഞങ്ങൾക്കിതൊന്നും നടക്കൂല. നടക്കൂലേ? പട്ടിണി കയറുന്ന മോളെ, യുദ്ധം ചെയ്താണ്ട് ഗ്യാസ് കിട്ടൂല. മമ്മി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയാ? രാവിലെ തന്നെ ചന്ദന തിരിയെല്ലാം കത്തിച്ചിക്കാൻ ഇവിടെ എന്താ കൊതുണ്ടാ? മോളെ പറയുന്നത് അത് ചായ ആയെന്ന് ചോദിച്ചാ അമ്മേ. അല്ലേ മോളെ, നിന്റെ പേരെന്നാ? ക്യാ? ഐശ്വര്യ. ഞാനും ഇവളെ പേര് ചോദിച്ചിട്ടില്ല. നെയിം? മൈര. അല്ലാതെ മോന്റെ അവളെ പേരെന്നാ? എല്ലടാ, ഓളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് നാട്ടുകാർ പറഞ്ഞാളില്ലേ. നമ്മ കല്യാണം ഒന്നും കഴിക്കണ്ട. നമുക്ക് ഏതെങ്കിലും അമ്പലത്തിൽ മാല ഇട്ടാ പോരച്ചാ? ഓളേതാ ജാതി? ജാതി മൈരാ. ഡാ എന്തെന്ന്? മൈര എന്താ? അച്ഛനെ തോന്നിയ ദിവസം വിളിക്കുന്നടാ. ദിവസമൊന്നുമല്ല വിളിച്ചേ. ഓളെ പേരാ അത്, മൈര റാവു. മൈര എന്തെല്ലാം പേരാ പടച്ചോനെ. അമ്മ, നമുക്ക് ഗുരുവായൂരിന്ന് തന്നെ കല്യാണം നടത്തിയാലോ? ഗുരുവായിരുന്നാ? ഓളെ പേരെന്തായാലും ഇനി മാറ്റിക്ക. അവിടുന്ന് പേര് ചോദിക്കും ഇതെന്തായിരിക്കും കഥ? അതിന് ഞാനിപ്പോൾ നല്ലോണം നോവിന് കൊടുത്തിക്ക്. ഇന്നലെ കൊടുക്കാൻ പറ്റിയില്ല. ഓരോരോ പേര്.
मेरा गांव कैसे है? अच्छा है फैमिली अच्छा नहीं है क्या है? ഡാ കണ്ടൻ ടൗസർ കൂട്ടിട്ട് കണ്ടത്തൂടെ നടത്തിക്കുന്നത് നാട്ടുകാർ കാണും ഓളെയും കൂട്ടി അത്തുകൊണ്ടടാ. ഇത് ട്രൗസർ ഒന്നല്ല, ഷോർട്സാ അല്ലേ? എല്ലാ ഇവിടെ പുതിയ മോന്റോൾ വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആ കണാർച്ച കാര്യം ഇരിക്കുവാ. ഇല്ല കാര്യമില്ല, എനിക്ക് കണ്ടത്ത് കുറച്ച് കൊത്തുണ്ട്. ഓളൊന്ന് കണ്ടിട്ട് പോവാ തിരിച്ചു. മൈറ കണാർച്ച കുറച്ച് കുളിക്കുന്നു. പിന്നെ കാണാം. നീ എന്തിനാ എന്റെ കൈ പൊത്തി പിടിച്ച്? ഞാനങ്ങ് പേടിച്ചു തന്നെ. കണാർച്ചൻ ഇതെല്ലാവരോടും പറഞ്ഞെടുക്കൂ. Da takit, din din takit, da takit, din din takit, da takit, din din takit, da din takit, din എല്ലാ ബാബുവിന്റെ മോന്റോളല്ലത്. din takit, da takit, din takit, da takit, din ഈ നോർത്ത് ഇന്ത്യ പെമ്പിളർക്ക് din da അമ്മാമാരോടാ താല്പര്യം കിട്ടിക്ക്. da takit, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? takit, din ഹായ്, da takit, ഹായ് din takit, നൈസ് ഡ്രസ്, സൂപ്പർ സൂപ്പർ. താങ്ക് യു പേരെന്നാ? നെയിം? മൈര നമുക്ക് നമ്മളെ മലയാളികൾ ഞാൻ നല്ല എല്ലാ വസന്തേ ഇനി ടി വിയും കണ്ടു കുത്തിരിക്കുന്ന നാളെ പൊലച്ചക്ക് ഗുരുവായൂർ പോണ്ടല്ലേ? എല്ലാവരും പോയി കിടന്ന് ഉറങ്ങിയാണ്. അച്ഛാ ഉറങ്ങല്ല, മൈരയുണ്ട് ജ്യൂസ് ഉണ്ടാക്കുന്നു, അതും കുടിച്ചിട്ട് നമുക്ക് ഉറങ്ങാം. गुजराती स्पेशल अच्छा इसको दे दो. आपको എങ്ങനെയുണ്ടമ്മേ? നല്ല ജ്യൂസ് ഇല്ലേ? നല്ല ഗുണമുണ്ടല്ലേ? വലിയൊരു ഗുണമൊന്നുമില്ല. എന്നിട്ട് ഇനി മണമണാന്ന് വെച്ചിട്ട് അടിച്ച് കയറ്റുന്നുണ്ടല്ലോ. ജ്യൂസ് കുടിച്ചില്ലേ? എല്ലാവരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. ഇനി പോയി ഉറങ്ങിക്കാം, ഞാൻ സീരിയൽ കഴിഞ്ഞിട്ടാവൂ. രാവിലെ 6 മണിക്ക് പോണം എന്നാ ടീച്ചിങ്ങൾ എന്തെന്ന് എടുക്കുന്നേ? വിജയേട്ടാ, വിജയേട്ട വാസന്തേ, വാസന്തേ. എടാ സുമേഷേ, ഇതെന്താ ഉറക്കമില്ലാത്ത? വാതിൽ ഉറക്കടോ. എടാ മുഹൂർത്തത്തിന് നമ്മൾ ഗുരുവായൂരെത്തണ്ടേ? തലക്കെന്തൊരു കാണാ പഠിച്ചോനെ. അമ്മേ എണീക്ക്, അമ്പലത്തിൽ പോണ്ടേ? അച്ഛനെവിടെ? മൈര ഇവിടെ കിടന്നുറങ്ങുന്നേ? വാസന്തേ, വാസന്തേ. ഇതാരാ വായിലൂട്ടുന്നേ? അപ്പച്ചി അത്? അച്ഛമ്മ എണീക്ക്, അച്ഛമ്മ, അച്ഛമ്മ എണീക്ക്, അമ്പലത്തിൽ പോണ്ടേ? അപ്പച്ചി അത് വിളിക്കുന്നു. അപ്പച്ചി വരുന്നേ. നീ എൻ്റെ കഴുത്തിലെവിടെ പോയി? ഇനി ആടെയെങ്ങാൻ നല്ല നോക്കി നോക്ക്, ആടെയെങ്ങാനുണ്ടോന്ന്. എൻ്റെ കാണുന്നില്ല. അമ്മ എൻ്റെ വളയും മോതിരൊന്നും കാണുന്നില്ല. എൻ്റെ വളയും കാണുന്നില്ല. എന്റെ മോതിരം കാണുന്നില്ല അമ്മേ. അല്ല നമ്മൾ അൽമാരിയെല്ലാം കുത്തി തുറന്നിട്ടാരാ?
മൈര അല്ല 6 മണിക്ക് ഗുരുവായൂർ പോണെന്ന് ഇതുവരെ പോയിക്കില്ലേ ഞങ്ങള്? ഞാനപ്പം ബെല്ലടിക്കുന്നിടോ ഈറ്റിങ്ങൾ വാതിൽ തുറക്കണ്ടേ? അങ്ങ് വിളിച്ചോട് ഓലോട് ഉറങ്ങിപ്പോയിക്കുണ്ടാവും. അച്ഛാ മൈരേനെ എവിടെയും കാണുന്നില്ലല്ലോ. ബോസ് മിഷൻ സക്സസ്. വല്ലാത്തൊരു ചതിയായി പോയില്ലേ ഇത്? ഇഞ്ഞെന്നാ വസന്തേ പറഞ്ഞ് 5 ലക്ഷം പോയനെന്താ? ഇഞ്ഞല്ലേ പറഞ്ഞ് രാജകുമാരിനെ പോലെ ഒരു പെണ്ണിനെ കിട്ടിയില്ലേ? എൻ്റെ 5 പാൻ്റെ കഴുത്തിലാ പോയെ. അച്ഛാ ഓരോരു മൈറ